വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാറ്. പക്ഷേ മത്തങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ അല്ലെങ്കിൽ മുള്ളങ്കി അല്ലെങ്കിൽ പച്ചപ്പപ്പായ ഇതൊക്കെ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയാലും ആ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ സാധനങ്ങൾ മാത്രം തന്നെ ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കൂടി ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലായിരുന്നാലും ഭാര്യകളും വരുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ മത്തങ്ങ കൊണ്ട് അല്ലെങ്കിൽ കുമ്പളങ്ങ കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇത് എന്തിൻ്റെ ജ്യൂസാണെന്നുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരുന്നാലും ഇപ്പോൾ നാട്ടിൽ നല്ല ചൂടാണല്ലോ, സ്കൂളിലോട്ട് വരുമ്പോഴായിരുന്നാലും ഇതേപോലെ ഒരു ജ്യൂസ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കൊടുത്താലും കുട്ടികൾക്കായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പളങ്ങയുടെ ഒരു ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസാണ്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജ്യൂസിന് ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ജ്യൂസാക്കാന്ന്. ഈ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഈ മത്തങ്ങയുടെ തൊണ്ട് ചെത്തിയിട്ട് എടുക്കണം. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം. ഇത് നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നാടൻ ഇഞ്ചി അല്ലാണ്ട് കുറച്ചും കൂടി വലിയ ടൈപ്പ് ഇഞ്ചി വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ ചേർക്കേണ്ടി വരും. കാരണം നാടൻ ഇഞ്ചിക്കൊക്കെ ആകുമ്പോൾ ഇഞ്ചിയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് അധികം വേണ്ട. പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര വേണം. പിന്നെ ജ്യൂസ് അടിക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളവും ഐസും വേണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്തങ്ങയുടെ തൊണ്ട് ഒന്ന് ചെത്തിയിടുക. തൊണ്ട് ചെത്തുമ്പോൾ അത്യാവശ്യം നല്ല കനത്തിലൊന്ന് ചെത്തി മാറ്റണം. കാരണം മത്തങ്ങയുടെ തൊണ്ടിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഇത് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മത്തങ്ങ ഫസ്റ്റ് വേവിച്ചിട്ട് എടുക്കണം. ഈ മത്തങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഈ മത്തങ്ങ വെന്ത് ഇങ്ങനെ ഉടഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. മത്തങ്ങ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളവും ചേർക്കണ്ട. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഈ ഓണാക്കുക, ഒരു അടുപ്പത്ത് വയ്ക്കുക. ഇത് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പം മത്തങ്ങ 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ മത്തങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് മത്തങ്ങ ചേർക്കുക. ആ മത്തങ്ങ വേവിച്ചെടുത്ത വെള്ളവും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുക. വെള്ളം കളയണ്ട. ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർക്കുക. ഇതിലേക്ക് ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇഞ്ചി ചേർക്കുമ്പോഴായിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ചേർക്കുക. ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഐസ് ചേർക്കുക. ഐസൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുക. ജ്യൂസ് നല്ല തണുത്തിട്ട് കുടിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് മുഴുവനും ചേർത്തിട്ടില്ല. ഇനി ജ്യൂസ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്തങ്ങയും കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കണ ഇത്രയ്ക്ക് ജ്യൂസ് വെച്ചിട്ട് ഇത് 2 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.